ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നുണ്ടായ ഒരു അനുഭവം കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാനൊരൊറ്റ ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഫോട്ടോക്ക് സെയിൽ കുറവാണെന്ന് പറഞ്ഞ് ചിലർ ഒരു ഗോസിപ്പ് അടിച്ചിറക്കൽ തുടങ്ങി. അപ്പം ഞാൻ കരുതി എത്രത്തോളം ഫോട്ടോ മൂവിങ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കൊറിയർ ചെയ്യാനുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. വീഡിയോ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ കൂടെ ഞാൻ DTTCയിലുള്ള ചേട്ടൻ വിനോദേട്ടൻ എന്നാട്ടോ പേര്, വിനോദേട്ടൻ്റെ വീഡിയോയും കൂടിയും ആഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് വിനോദേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് വിനോദേട്ടന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യം ഞാൻ 1000-ൻ്റെ പുറത്ത് ഫോട്ടോ DTTCന്ന് കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റ് വേണമെങ്കിൽ ചേട്ടൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ നീ പോസ്റ്റ് ചെയ്യരുത്. അപ്പം ഞാൻ വിചാരിച്ചു, വിനോദേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു ഫോട്ടോ വരയ്ക്കുക എന്ന് പറയുമ്പം സാധനം മേടിക്കുന്നത് തൊട്ടിട്ട് ഫ്രെയിം മേടിക്കുന്നത് തൊട്ടിട്ട് പെയിൻറ് മേടിക്കുന്നത് തൊട്ടിട്ട് ഇത് ഒക്കെ വരച്ച് ഫിനിഷ് ചെയ്ത് ഫ്രെയിം ചെയ്ത് എനിക്ക് ആകെ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്യുന്നൊരു ചേട്ടൻ അതാണ്. കാര്യം എന്താ വെച്ചാൽ, ഈ പാക്കിങ്ങിൻ്റെ കാര്യം വിനോദേട്ടനാണ് ചെയ്യുന്നത്. പാക്ക് ചെയ്യുകയും അഡ്രസ്സ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് വിനോദേട്ടനാണ്. ഞാൻ ഫോട്ടോയും കൊണ്ട് കൊടുക്കും, കാർഡ്ബോർഡും കൊണ്ട് കൊടുക്കും എന്നല്ലാതെ ബാക്കിയൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കരുതി, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വിനോദേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ചിന്തയായ എനിക്ക് ഫസ്റ്റിൽ. അപ്പം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു കാര്യം തന്നെ ആയി മാറി. കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം വിനോദേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് വിനോദേട്ടൻ ഇങ്ങനെ കേട്ടോ പറഞ്ഞത്, ഒരു 1000-ൻ്റെ പുറത്ത് ഫോട്ടോസ് ഇവിടുന്ന് കൊറിയർ ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റും കാര്യങ്ങളും വേണമെങ്കിൽ അവിടുന്ന് എടുത്തു തരാൻ തയ്യാറാണ്. ഒരു തെളിവിന്, എല്ലാവർക്കും തെളിവാണല്ലോ വേണ്ടി. ഇതേപോലെ ദിവസവും ഫോട്ടോസ് കൊണ്ടുവരുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് എന്നൊക്കെ വിനോദേട്ടൻ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, നീ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത കമൻ്റ് ആയിരിക്കും, ഇത് DTTC തന്നെയാണോ, ഇനി അത് വിനോദേട്ടൻ DTTCയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ തന്നെയാണോ എന്ന് അടുത്ത ചോദ്യം വരും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നീ പോവേണ്ടി വരും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായി, സത്യമാണല്ലോ പറയുന്നത്. ഞാൻ ആ വീഡിയോ ഇട്ടാൽ അടുത്തത് അത് DTTC അല്ല, അല്ലെങ്കിൽ അത് വിനോദേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നതല്ല, പുറത്തുനിന്ന് ഒരാളെ ഞാൻ വിളിച്ച് വെച്ചതാണെന്ന് പറയുമ്പോൾ എനിക്ക് മറുപടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ വിനോദേട്ടന് അവിടുത്തെ സ്റ്റാഫാണ് എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്ത ചോദ്യം വരും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ചോദ്യം വരും. അപ്പോൾ വിനോദേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ 5 വർഷം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. 5 വർഷം മുമ്പ് വിനോദേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ നീ ഒന്നുകൊണ്ടും ഭയക്കരുത്, നീ നിൻ്റെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊള്ളണം, ആര് എന്ത് പറഞ്ഞാലും അത് ചെവിക്കൊള്ളുകയേ ചെയ്യണ്ട, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നീ അത് നോക്കുകയേ ചെയ്യണ്ട, നിനക്ക് നീ നേർവഴിക്കാ പോകുന്നത് വെച്ചാൽ നിനക്ക് ഓർഡർ കിട്ടും, നീ അതുമായിട്ട് മുമ്പോട്ട് പോയാൽ മതി. അത് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട് വിനോദേട്ടാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ അത് നോക്കിയിട്ട് ചെയ്താൽ മതി, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെടുത്തും പ്രൂവ് ചെയ്യാനായിട്ട് നീ പോവുകയേ ചെയ്യരുത്, അത് വെറും മണ്ടത്തരാണ് ചെയ്യുന്നത്. കാരണം പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും തോറും അവർ അടുത്തതായിട്ട് നമ്മളിലേക്കുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യുക. അതിനെക്കാട്ടി നല്ലത് നീ എന്താണോ ചെയ്യുന്നത് നീ അത് ചെയ്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ ലൈഫ് സേഫായിട്ടും സന്തോഷമായിട്ടും നിൽക്കുമെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അത്. എൻ്റെ മോന് പിന്നെ പറഞ്ഞിട്ടുണ്ട്,
മോനാ കൂടെ വന്നത്. മോൻ പറഞ്ഞിട്ടുണ്ട് നല്ല മോട്ടിവേഷൻ ഉള്ളൊരു ചേട്ടനല്ലേ അമ്മ എന്നുള്ളത്. കാരണം അത് എനിക്ക് നല്ലൊരു എന്താ പറയുക, ഏറ്റവും നല്ലൊരു കാര്യം ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒന്നാമത് ആരും ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കുത്തുന്ന വേറൊന്നും ഉണ്ടല്ല കേട്ടോ. അത് പെയിൻറ്റ് തല തിരിച്ചിട്ടുണ്ടാണ് പെയിൻറ്റ് ഉണ്ടാവുക. കാണിച്ചു തരാം. പെയിൻറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കുത്തിയിട്ടില്ലെങ്കിൽ ഇത് താഴോട്ട് പോരൂല, അതുകൊണ്ട് കുത്തുന്നതാണ്. അപ്പോൾ പെയിൻറ്റിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ലേ. പിന്നെ പറയണ്ട, ജസ്റ്റിനെ കണ്ണൻ ഉപയോഗിക്കുന്ന പെയിൻറ്റ് മേശക്കിട്ട് കുത്തി കണ്ണനെ അപമാനിച്ചു എന്നൊന്നും പറയണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല. പക്ഷേ ഒരേട്ടൻ എന്ന സ്ഥാനത്ത് വിനോദേട്ടൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ ആകെ വാച്ച് ചെയ്യാറ് നിൻ്റെ കാര്യങ്ങളാണ്. അത് ഇവിടുന്ന് സെയിലായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ അവിടുന്ന് കൊറിയർ ചെയ്ത് പോകുമ്പോൾ അത് അവിടെ കസ്റ്റമറെ കയ്യിലെത്തിയിട്ട് അവരഭിപ്രായം പറയുന്നതൊക്കെ കാണുമ്പോൾ അത് നിന്നോടൊപ്പം സന്തോഷം എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എനിക്ക് അങ്ങനെ കിട്ടിയൊരു ഗുണപാഠം ഭയങ്കരമായിട്ട് സന്തോഷമായി. അത് നിങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് കരുതി. കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല വെച്ചാൽ ഒരാളെയും ബോധ്യപ്പെടുത്താൻ നമ്മൾ പോകരുത്. അത് പല പല മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായി. പക്ഷെ ഞാൻ അത്രക്കത് കാര്യമാക്കി എടുത്തില്ല. പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം, ആരെ ഭയക്കണം? നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോവുക. കാലം ഒരു കാലത്ത് എല്ലാം തെളിയിച്ച് മുമ്പിൽ ഈ പകൽ പോലെ വ്യക്തമായിട്ട് കാണിച്ചു തരും. അന്ന് ഈ കുറ്റം പറഞ്ഞവർക്കൊക്കെ ഉള്ള മറുപടി അങ്ങ് കിട്ടിക്കോളും. അതുകൊണ്ട് എനിക്ക് ഇന്ന് കിട്ടിയ മോട്ടിവേഷൻ നിങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അതോടൊപ്പം എനിക്ക് ഒരു ചേട്ടനെ കിട്ടിയ കാര്യവും, വിനോദേട്ടന് അത്രത്തോളം സപ്പോർട്ടാണ്. വിനോദേട്ടന് അങ്ങനെ ഒരു വാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ വീഡിയോ കൊടുക്കണ്ട എന്നുള്ളതല്ല കേട്ടോ, തളരരുത് എന്ന് പറയാൻ ഒരാളെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ തളരാതെ മുമ്പോട്ട് പോവുകയും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിശ്വസിക്കുന്ന ഒരാളുണ്ടോ, ആ ഒരാൾ മതി നിനക്ക്, അല്ലാതെ ആയിരക്കണക്കിന് ആൾ വേണ്ട. ആ ഒരാളുള്ളിടത്തോളം കാലം നീ വിഷമിക്കാതെ മുമ്പോട്ട് പോയിക്കോണം. അതേപോലെ വിഷമിക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഒന്നിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഞാൻ വരൂല. കാലം എല്ലാത്തിനെയും തെളിയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോൻ്റെ ഡീറ്റെയിൽ മാത്രം ഞാൻ പുറത്ത് വിടുന്നതാണ്. വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിടുന്നതാണ്. അതേപോലെ എത്രത്തോളം ഫോട്ടോ ഇവിടുന്ന് കൊറിയർ ചെയ്ത് പോവാറുണ്ട് എന്നുള്ളതിലും ഞാൻ ഇനി കാണിച്ചു തരാമെന്ന് കരുതി. ഇപ്പോൾ ഫോട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല കേട്ടോ, ഒന്നിതാ, പിന്നെ 3 എണ്ണോടി ഉണ്ട്. അത് അപ്പുറത്ത് വരച്ചുണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 5 ഫോട്ടോ ഒരുമിച്ച് ചെയ്യാണ്. 5 എണ്ണവും പൂർത്തീകരിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തിടാം. ഇപ്പോൾ 4 ദിവസം എന്നുള്ളതൊക്കെ 3 ദിവസവും 2 ദിവസമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാണ്. അതെന്തിനാന്നുള്ളത് 2 ദിവസം കൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടാത്തവർ എന്തായാലും കൂടെ കൂടണം കേട്ടോ, ഒരു ഫാമിലി പോലെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.